അള്ളാഹു എന്നതിലെ അലിഫ് അങ്ങ് മാറ്റി വെച്ചാൽ ലില്ലാഹി എന്ന് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്. അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് പല്ലിൽ തട്ടുന്നുണ്ടോ എങ്കിൽ ആ അള്ളാഹു എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ മുകളിലെ ഊനിലാണ് നാവ് തട്ടേണ്ടത്. അല്ലാഹു എന്ന് പറയുമ്പോൾ എവിടെയാണോ നാവ് തട്ടുന്നത് അവിടെയാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ നാവ് തട്ടേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കണേ, നിസ്കാരത്തിലെ ഖൗലിയായ ഒരു ഫർളാണ് തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ. അതൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഉച്ചാരണം വേണം. അതുപോലെ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും വരുന്ന വാക്കാണ് അള്ളാഹു, കൃത്യമായി ഉച്ചരിക്കണം. തഫ്ഖീമിൻ്റെ കനപ്പിച്ചു പറയേണ്ട ലാമാണ് അള്ളാഹുവിലെ ലാം. ഇനി മറ്റൊരു അത്ഭുതം, അള്ളാഹു എന്ന വാചകം ഒരിക്കലും അത് പറയുന്നത് പോലെ എഴുതാൻ കഴിയില്ല. അല്ലാഹു എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതും, അല്ലാഹ് എന്ന് ഇംഗ്ലീഷിൽ എഴുതും, അലിഫും 2 ലാമും പിന്നെ ഹാവും അറബിയിൽ എഴുതും, എന്നിട്ട് അതിനെ അള്ളാഹു എന്ന് നമ്മൾ വായിക്കും. ആ വാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, അള്ളാഹു എന്നതിലെ അലിഫ് അങ്ങ് മാറ്റി വെച്ചാൽ ലില്ലാഹി എന്ന് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലാമും മാറ്റി വെച്ചാൽ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. അവനാണ് ആകാശഭൂമികളുടെ അധികാരം എന്ന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ആ വെറും ഹു എന്നത് കുറച്ച് നീട്ടി ഉച്ചരിക്കുകയാണെങ്കിൽ ഹുവ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു എന്നതും നമുക്ക് കാണാൻ പറ്റും. അവിടെയും അള്ളാഹു തന്നെയാണ്. അപ്പോൾ അത്ഭുതകരമായ ഒരു വാക്കാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിലെ വാക്കുകളൊക്കെ കൃത്യമായി ഉച്ചരിക്കുക. അള്ളാഹുവെ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.